നമസ്കാരം. ഞാൻ ഡോക്ടർ നിസാമുദ്ദീൻ, തിരുവനന്തപുരം നവജീവൻ പ്രകൃതി ചികിത്സാലയത്തിലെ ചീഫ് കൺസൾട്ടൻ്റാണ്. ഇന്നത്തെ സബ്ജക്റ്റ് പ്രമേഹത്തെക്കുറിച്ചിട്ടാണ്. മലയാളികളിൽ 70 പ്രായമായ ആളുകളിൽ ഒരു 30 വയസ്സ് കഴിഞ്ഞ 70% ആളുകളിലും ഇന്ന് പ്രമേഹം കണ്ടുവരുന്നുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. എന്തുകൊണ്ടാണ് പ്രമേഹം ഇങ്ങനെ പെരുകാനുള്ള കാരണം എന്നതിനെക്കുറിച്ച് ഇന്ന് പല പഠനങ്ങളും നടക്കുന്നുണ്ടെങ്കിലും ശരിയായ രീതിയിൽ അത് പഠന വിധേയമാക്കുന്നില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. എന്തുകൊണ്ടാണ് പ്രമേഹം ഇന്ന് മലയാളികളിൽ ഇത്രയും വ്യാപകമായതിൻ്റെ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തെറ്റായ ഭക്ഷണശീലങ്ങളും തെറ്റായ ജീവിതശൈലിയും അതോടൊപ്പം തന്നെ മാനസിക സംഘർഷങ്ങളുമാണ് എന്ന് നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കും. അപ്പോൾ പ്രമേഹം നിയന്ത്രണ വിധേയമാകണമെങ്കിൽ തെറ്റായ ഭക്ഷണശീലങ്ങളിൽ നിന്നും തെറ്റായ ജീവിതശൈലികളിൽ നിന്നും മാനസിക സംഘർഷത്തിൽ നിന്നും നമ്മൾ മുക്തമാകാതെ പ്രമേഹം ഒരു പരിധിവരെ നമുക്ക് നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കുന്നതല്ല എന്ന് മനസ്സിലാക്കുക. പണ്ട് ഒരു 20 വർഷത്തേക്ക് മുമ്പാണെങ്കിൽ 50 വയസ്സ് കഴിഞ്ഞ ആളുകളിലാണ് പ്രമേഹം കണ്ടു തുടങ്ങിയതെങ്കിൽ ഇപ്പോൾ അത് 30 വയസ്സ് കഴിഞ്ഞാൽ പ്രമേഹമുണ്ടോ എന്ന് ചെക്ക് ചെയ്യണമെന്നാണ് പല ഡോക്ടർമാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. 2 തരം പ്രമേഹമാണ് ഇന്ന് നമുക്ക് കണ്ടുവരുന്നത്. ഒന്ന് ടൈപ്പ് 1 പ്രമേഹവും മറ്റൊന്ന് ടൈപ്പ് 2 പ്രമേഹവുമാണ്. ടൈപ്പ് 1 പ്രമേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാൻക്രിയാസിലെ പൂർണ്ണമായും ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കപ്പെടാൻ പറ്റാത്ത സാഹചര്യം, അഥവാ പാൻക്രിയാസ് പൂർണ്ണമായി ഡെഡായി പോകുന്ന ഒരു സ്ഥിതിവിശേഷം, ഇതിനെയാണ് ടൈപ്പ് 1 പ്രമേഹം എന്ന് പറയുന്നത്. ഈ ടൈപ്പ് 1 പ്രമേഹത്തെ ഇൻസുലിനിലൂടെ മാത്രമേ നമുക്ക് പരിഹരിക്കാൻ സാധിക്കുള്ളൂ. ആധുനിക വൈദ്യശാസ്ത്രം ഏറ്റവും നൽകിയൊരു സംഭാവനയാണ് ടൈപ്പ് 1 പ്രമേഹ രോഗികൾക്ക് ഇൻസുലിൻ നിർബന്ധമാക്കിയതെന്ന് നാം മനസ്സിലാക്കുക. ഒരു കാലത്ത് ഇൻസുലിൻ ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ വളരെ പെട്ടെന്ന് തന്നെ മരണത്തിന് കീഴടങ്ങുമായിരുന്ന ഒരു അവസ്ഥ സ്വാഭാവികമായിട്ടും ഉണ്ടായിരുന്നു. എന്നാൽ ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ കണ്ടുപിടുത്തത്തോടുകൂടി ടൈപ്പ് 1 പ്രമേഹ രോഗികൾ ആയുസ് നീട്ടിക്കൊടുക്കുവാനും ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുവാനും സാധിച്ചിട്ടുണ്ട് എന്നത് എടുത്തു പറയേണ്ട ഒരു നേട്ടം തന്നെയാണെന്ന് നാം മനസ്സിലാക്കണം. ടൈപ്പ് 2 പ്രമേഹത്തെ നമുക്ക് നിയന്ത്രണ വിധേയമാക്കുവാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കുക. ടൈപ്പ് 2 പ്രമേഹം ഉണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തെറ്റായ ഭക്ഷണശീലങ്ങളും തെറ്റായ ജീവിതശൈലിയുമാണ്. അതോടൊപ്പം തന്നെ മാനസിക സംഘർഷഭരിതമായൊരു ജീവിതവുമാണ് എന്ന് നാം മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ തെറ്റായ ഭക്ഷണശീലങ്ങളിൽ നിന്നും തെറ്റായ ജീവിത സാഹചര്യങ്ങളിൽ നിന്നും മാനസിക സംഘർഷത്തിൽ നിന്നും മുക്തമായി കഴിഞ്ഞാൽ ടൈപ്പ് 2 പ്രമേഹത്തെ നമുക്ക് നിയന്ത്രണ വിധേയമാക്കുവാൻ സാധിക്കുമെന്ന് നാം മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ ടൈപ്പ് 1 പ്രമേഹത്തെയും ഇൻസുലിൻ്റെ അളവ് കുറച്ച് കൊണ്ടുവരുവാൻ തെറ്റായ ഭക്ഷണശീലങ്ങളും തെറ്റായ ജീവിതശൈലിയും മാറ്റിയെടുത്ത് ശരിയായ ഭക്ഷണശീലവും ശരിയായ ജീവിതശൈലിയും ലേക്ക് വന്നു കഴിഞ്ഞാൽ, ശരിയായ ഭക്ഷണശീലങ്ങളിലേക്കും ശരിയായ ജീവിതശൈലിയിലേക്കും വന്നു കഴിഞ്ഞാൽ ഇൻസുലിൻ്റെ അളവ് കുറച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കുക. മലയാളികൾക്ക് വയറ് കൂടുന്നതും അതോടൊപ്പം തന്നെ അരക്കെട്ടിൻ്റെ വണ്ണം കൂടുന്നതും പ്രമേഹ രോഗസാധ്യത വർദ്ധിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അഥവാ പ്രമേഹം ഉണ്ടാകുന്നതിൻ്റെ ഒന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് അമിതവണ്ണവും അല്ലെങ്കിൽ അമിതവണ്ണത്തിലേക്ക് നടന്നെടുക്കുന്നതും, രണ്ടാമത് വയറ് കൂടുന്നതും അരക്കെട്ടിൻ്റെ വലിപ്പം കൂടുന്നതും ശരിക്ക് പ്രമേഹം ഉണ്ടാകുന്നതിൻ്റെ ഒരു ലക്ഷണമായി നമുക്ക് കാണാൻ കഴിയും. അത് അങ്ങനെ കൂടിത്തുടങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നമ്മുടെ ശരീരത്തിൻ്റെ ആനുപാതികമായി വർദ്ധിപ്പിച്ച് അതിൻ്റെ വലിപ്പം കുറച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് പ്രമേഹ സാധ്യത കുറയ്ക്കുവാൻ സാധിക്കുമെന്ന് നാം മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ നമ്മുടെ ഭക്ഷണത്തിൽ നെല്ലിക്ക, ഉലുവ, വെണ്ടയ്ക്ക, പയറുവർഗ്ഗങ്ങൾ, അതോടൊപ്പം തന്നെ തക്കാളി പോലെയുള്ള ഭക്ഷണ സാധനങ്ങൾ, പ്രത്യേകിച്ച് കോവയ്ക്ക പോലെയുള്ള ഭക്ഷണ സാധനങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ പ്രമേഹ സാധ്യത ഒരു പരിധിവരെ കുറയ്ക്കുന്നതായിട്ട് കാണാൻ കഴിയും. കോവയ്ക്ക സ്ഥിരമായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതും രാവിലെയും വൈകിട്ട് ജ്യൂസാക്കിയിട്ട് കുടിക്കുന്നതും പാൻക്രിയാസിൻ്റെ ബീറ്റാ സെല്ലുകൾ പ്രൊഡക്ഷൻ നടക്കുവാനും
ഇൻസുലിൻ ശരിയായ അനുപാതത്തിൽ വർദ്ധിപ്പിക്കുവാനും സാധിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതോടൊപ്പം തന്നെ ഭക്ഷണശീലങ്ങളിൽ വൈറ്റമിൻ സിയും സിങ്ക്, മഗ്നീഷ്യം പോലെയുള്ള ഭക്ഷണ സാധനങ്ങൾ കൂടുതലായി കഴിക്കുന്നതോ അതല്ലെങ്കിൽ നമ്മൾ ഫുഡ് സപ്ലിമെൻ്റായി എടുക്കുന്നതോ പ്രമേഹ സാധ്യത കുറയ്ക്കുവാൻ ഒരു സഹായകരമാണ് എന്ന് നാം മനസ്സിലാക്കുക. പ്രകൃതി ചികിത്സയിലൂടെ പ്രമേഹത്തെ എത്ര ഉയർന്ന പ്രമേഹമായിരുന്നാലും നിയന്ത്രണ വിധേയമാക്കുവാൻ സാധിക്കുന്നതായിട്ട് കാണാൻ കഴിയും. അത് ടൈപ്പ് 1 പ്രമേഹമായിരുന്നാലും ശരിക്കും പ്രകൃതി ചികിത്സയിലൂടെ നിയന്ത്രണ വിധേയമാക്കുവാനും ഇൻസുലിൻ്റെ അളവ് കുറയ്ക്കുവാനും സാധിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. രണ്ടാമത് ടൈപ്പ് 2 പ്രമേഹത്തെ പൂർണ്ണമായും എല്ലാ മരുന്നുകളിൽ നിന്നും വിടുതൽ നൽകിക്കൊണ്ട് പൂർണ്ണമായി പ്രകൃതി ചികിത്സയിലൂടെ നിയന്ത്രണ വിധേയമാക്കുവാൻ സാധിക്കും. അതിന് നമ്മൾ ചെയ്യുന്ന രീതികൾ എന്ന് പറയുന്നത് വേവിച്ച പച്ചക്കറികളും വേവിക്കാത്ത പച്ചക്കറികളും ഇലക്കറികളും ധാരാളം നമ്മളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയും തവിടുള്ള ധാന്യങ്ങൾ, പ്രത്യേകിച്ച് ബ്രൗൺ റൈസ് പോലെയുള്ള തവിടുള്ള ധാന്യങ്ങളും അതോടൊപ്പം തന്നെ ഗോതമ്പാണെങ്കിൽ തോലോടുകൂടി അഥവാ തവിടോട് കൂടിയുള്ള ഗോതമ്പും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഒരു പരിധിവരെ പ്രമേഹത്തെ നിയന്ത്രിക്കുവാൻ സഹായിക്കുന്നതായിട്ട് കാണാൻ കഴിയും. മൂന്നാമതായി മില്ലറ്റ്സുകൾ, പോസിറ്റീവ് മില്ലറ്റ്സുകൾ നമ്മളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് പ്രമേഹത്തെയും അതിനോടനുബന്ധിച്ചിട്ടുണ്ടാകുന്ന സൈഡ് എഫക്റ്റുകൾ, പ്രത്യേകിച്ച് ന്യൂറോപ്പതി, നെഫ്രോപ്പതി പോലെയുള്ള പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിന് ഒരു പരിധിവരെ സഹായിക്കുന്നതായിട്ട് നമുക്ക് കാണാനും പഠനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. പ്രമേഹത്തെ ഒരു പരിധിവരെ നിയന്ത്രിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. മില്ലറ്റ്സുകൾ ധാരാളം നമ്മളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നമ്മുടെ പ്രമേഹം ബാധിച്ചിട്ടുണ്ടാകുന്ന മറ്റ് പ്രയാസങ്ങൾക്കും ഒരു പരിധിവരെ സഹായിക്കുന്നതായിട്ട് കാണാൻ കഴിയും. അതോടൊപ്പം തന്നെ പ്രമേഹം വന്ന് മൂന്നാം ഘട്ടത്തിലേക്ക്, പ്രമേഹത്തിൻ്റെ മൂന്നാം ഘട്ടം എന്ന് പറയുന്നത്, തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് കാലിലും അതോടൊപ്പം തന്നെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന മുറിവുകളാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. പ്രത്യേകിച്ച് കാലിലുണ്ടാകുന്ന മുറിവുകൾ ഒരു പരിധി കഴിയുമ്പോൾ അത് ഗാംഗ്രീനിലേക്ക് പോവുകയും അത് ശരിക്ക് റിമൂവ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. ഇത് പ്രകൃതി ചികിത്സയിലൂടെ ഗാംഗ്രീനിന് മുൻപായിട്ടാണെങ്കിൽ പൂർണ്ണമായും ചികിത്സിച്ച് സുഖപ്പെടുത്തി മുറിവ് ഉണക്കുവാൻ സാധിക്കുന്നതായിട്ട് കാണാൻ കഴിയും. പ്രകൃതി ചികിത്സയിലൂടെ ധാരാളം അനുഭവങ്ങൾ ശരിക്ക് നമുക്ക് കാണാൻ കഴിയും. അതോടൊപ്പം തന്നെ പ്രമേഹത്തെ നമുക്ക് നിയന്ത്രിച്ച് നിർത്തുവാനും സാധിക്കുന്നതായിട്ട് കാണാൻ കഴിയും. രാവിലെ നെല്ലിക്ക, ഉലുവ, മഞ്ഞൾ ജ്യൂസാക്കിയിട്ട് കഴിക്കുന്നതും ധാന്യാഹാരങ്ങളുടെ അളവ് കുറച്ച് വേവിച്ച പച്ചക്കറികളും വേവിക്കാത്ത പച്ചക്കറികളും ധാരാളം നമ്മളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതും അതോടൊപ്പം തന്നെ 11 മണിക്ക് ഒരു കോവയ്ക്കയുടെ ജ്യൂസ് കുടിക്കുന്നതും രാത്രിയിൽ കിടക്കാൻ നേരത്ത് മല്ലിയില ജ്യൂസ് കുടിക്കുന്നതും പ്രമേഹത്തെ നിയന്ത്രണ വിധേയമാക്കുവാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ കിഴങ്ങ് വർഗ്ഗങ്ങൾ കഴിക്കുകയാണെങ്കിൽ കിഴങ്ങ് വർഗ്ഗങ്ങൾ മാത്രമായി നമ്മൾ കഴിക്കാൻ ശീലിക്കണം. അതിനോടൊപ്പം ധാന്യങ്ങൾ ചേർത്ത് കഴിക്കാൻ പാടില്ല. അത് പ്രമേഹത്തെ ഡബിളാക്കി മാറ്റുന്നതായിട്ട്, പ്രമേഹം വർദ്ധിക്കുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. അങ്ങനെ തെറ്റായ ഭക്ഷണശീലങ്ങളും തെറ്റായ ജീവിതശൈലികളും നമ്മൾ ചിട്ടപ്പെടുത്തി ശരിയായ ഭക്ഷണശീലങ്ങളിലേക്കും ശരിയായ ജീവിത സാഹചര്യത്തിലേക്കും വന്നു കഴിഞ്ഞാൽ പ്രമേഹത്തിൻ്റെ ഏത് സ്റ്റേജ് ആയിരുന്നാലും നമുക്ക് പരിഹരിക്കുവാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ മുറിവ് പോലെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ നേരത്തെ തന്നെ പ്രകൃതി ചികിത്സയിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ നഷ്ടപ്പെടാതെ അതിൻ്റെ മുറിവ് പൂർണ്ണമായും ഉണങ്ങി ജീവിതത്തിലേക്ക് തിരിച്ചു വരുവാൻ സാധിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.